ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പ് 2026 ലവ് സ്റ്റോറി എന്ന വചന പരമ്പരയിൽ പങ്കാളിയാകുവാൻ വലിയവനായ ദൈവം തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ സകല മനുഷ്യർക്കും നൽകിയ വീണ്ടെടുപ്പിന് സ്നേഹത്തിന്റെ വിവിധ തലങ്ങളെ നാം ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ ചിന്ത വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങളെ ആധാരമാക്കിയുള്ളതാണ്. സ്നേഹം ക്ഷമ ചോദിക്കുന്നു. ലവ് ആസ്ക് ഫോർ ഫോർഗിവ്നെസ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയ കൽപ്പന നൽകിക്കൊണ്ട് യേശുനാഥൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങൾ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയോട് 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുവിൻ. സ്നേഹത്തിന്റെയും ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും വലിയൊരു സന്ദേശമാണ് ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമുക്ക് നൽകുന്നത്. യേശു തന്നെ ഉപദ്രവിക്കുന്നവരോടും പരിഹസിക്കുന്നവരോടും നോക്കി പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. ക്രൂശിൽ കിടന്നുകൊണ്ട് അനുതപിച്ച കള്ളനെ സ്നേഹിച്ച് പരദീസ വാഗ്ദാനം ചെയ്യുന്ന യേശുവിന്റെ സ്നേഹത്തെയും ദർശിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? നാം നമ്മോട് തന്നെ ചോദിക്കുക, അനുരഞ്ജനത്തിലേക്ക് ഒന്ന് ചുവട് വയ്ക്കുവാൻ കഴിയുമോ? മറ്റു വിശദീകരണങ്ങളോ ഒഴിവ് കഴിവുകളോ ഇല്ലാതെ മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോഴാണ് ഈ നോമ്പിന്റെ ആരാധന പൂർണ്ണമാകുന്നത്. കുറിവാക്യമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ ക്രിസ്തു പഠിപ്പിച്ചതുപോലെ, ആകയാൽ ബലിപീഠത്തിൽ നിങ്ങളുടെ വഴിപാട് അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരനോ സഹോദരിക്കോ നിങ്ങളുടെ നേരെ എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ നിങ്ങളുടെ വഴിപാട് അവിടെ ബലിപീഠത്തിന് മുന്നിൽ വയ്ക്കുക. ആദ്യം പോയി അവരുമായി അനുരഞ്ജനപ്പെടുക, പിന്നെ വന്ന് നിങ്ങളുടെ വഴിപാട് അർപ്പിക്കുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.